ഇതിൽ എഴുതിയിരിക്കുന്ന മരുന്ന് പെട്ടെന്ന് വാങ്ങിച്ചോണ്ട് ശരി വരണേ. സിസ്റ്റർ, വാ. എന്താ പ്രിയേ? ഇപ്പൊ അച്ഛൻ എങ്ങനെയുണ്ട് ജീവ? കുഴപ്പമില്ല, പെയിൻ കില്ലർ കൊടുത്തിട്ടുണ്ട്. കൂടെ ആരാ ഉള്ളത്? ഞാൻ മാത്രമേ ഉള്ളൂ. കൂട്ടിന് ഒരാൾ നിൽക്കാനേ ഇവർ സമ്മതിക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അമ്മയും അനിയത്തിയും കൂടെ വീട്ടിലേക്ക് പറഞ്ഞു. ചേട്ടാ, ഒരു ചെറിയ ഹെൽപ്പ് ചെയ്യോ? എൻ്റെ ഫ്രണ്ടിന് ആക്സിഡൻ്റ് ആയി, അവൻ്റെ വീട്ടിലേക്ക് ഒന്ന് ഇൻഫോം ചെയ്യണം. ചേട്ടൻ്റെ ഫോൺ ഒന്ന് തരാമോ? താങ്ക് യു ചേട്ടാ. ദയാ, പറടാ. നേരെ മേലെ വന്ന് ലെഫ്റ്റ് കയറി റൈറ്റിൽ വാ. 13 നമ്പർ വാടാ. കയ്യിൽ സാധനം ഉണ്ടല്ലോ, സൂക്ഷിക്കണം. പെട്ടെന്ന് വാ. വന്നോ? യെസ് സർ. എത്ര സമയമാകും? 1 മണിക്കൂറാവും. നടേശൻ്റെ ആൾക്കാരാണോ? ആരെങ്കിലും ഇത് കണ്ടതായിട്ടുണ്ടോ? ഇല്ല സർ, ഇവിടെ ആരടുത്ത് ചോദിച്ചാലും അറിയില്ലെന്നാ പറയുന്നത്. എന്തിനാണ് തിരക്കൂട്ടുന്നേ? പറഞ്ഞൊന്ന് കേക്ക്. ഇത് എടുത്തിയാട്ടമെന്ന് എനിക്ക് തോന്നുന്നേ. ഇവിടെ വേണ്ട. എൻ്റെ അമ്മാവന് ബാവുവിനെ കാണാം. അദ്ദേഹത്തെ കണ്ട സേഫായിട്ട് കാര്യങ്ങൾ തീർത്ത് എസ്കേപ്പ് ആകാടാ. നിന്റെ അമ്മാവൻ പുറത്ത് ആരോടും പറയില്ലല്ലോടാ. അദ്ദേഹം എൻ്റെ സ്വന്തം അമ്മയുടെ ആങ്ങളെയാ. ജീവൻ പോയാലും നമ്മളെ കാണിച്ചു കൊടുക്കില്ല. ഈ സോപ്പൊന്ന് കഴുകിക്കളയട്ടെ. എന്താ ചേച്ചി? ആ വാ ദയാ. അമ്മാവനോടാകത്ത് രാത്രിയിൽ വന്നല്ലോ. ഞാൻ ഒന്ന് കണ്ടിട്ട് വരാം. ആ എടാ വാടാ, 2 ദിവസം മുമ്പേ വന്നെന്നറിഞ്ഞു. അതെ അമ്മാവാ. ചേച്ചിക്ക് സുഖമാണോ? ആ, സുഖമായിട്ടിരിക്കുന്ന അമ്മാവാ. ആരാ ഇത്, കൂട്ടുകാരനാണോ? അതെ അമ്മാവാ. ഇരിക്കടാ. ഇരിക്കടാ. ഞാൻ 2 ദിവസമായിട്ട് അമ്മാവനെ വിളിക്കുന്നുണ്ട്. മൊബൈൽ സ്വിച്ച് ഓഫ് എന്ന് പറയുന്നു. തൂക്കുപാലത്തൊരു കേസ് കേട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എൻ്റെ മൊബൈൽ ഓഫാക്കി വെച്ചത്. വീട്ടിൽ വല്ല പ്രശ്നമുണ്ടോ? അല്ല, വെള്ളമടിച്ച് പൂസായപ്പോൾ ഒരു കൈമോശം വന്നു. ഞങ്ങളെ പിടിക്കുമെന്ന് പേടിയാകുന്ന അമ്മാവാ. നിന്റെ പ്രായക്കാർക്കൊക്കെ ഇതാ പ്രശ്നം. സില്ലി കേസിനൊക്കെ പേടിക്കും അല്ലേ? എന്താ, ലവ് ആണോ? അതല്ല അമ്മാവാ. പിന്നെ ആരെങ്കിലും കൊന്നോ? ഇല്ലടാ, പറയടാ. അതെ അമ്മാവാ. എന്താടാ പറയുന്നത്? എൻ്റെ ഫ്രണ്ട് ഒരു പെണ്ണിനെ സ്നേഹിച്ചിരുന്ന അമ്മാവാ. അവരുടെ പ്രേമം പെണ്ണിൻ്റെ വീട്ടിൽ അറിഞ്ഞു. അതുകൊണ്ട് അവരുടെ വീട്ടിൽ ആ പെണ്ണിനെ വേറെ കല്യാണം കഴിച്ചു കൊടുക്കുവാണെന്ന് എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു പറഞ്ഞു. ട്രെയിൻ 7 മണിക്കാണെന്നല്ലേ പറഞ്ഞത്? ട്രെയിൻ പോയാൽ എന്നെ കുറ്റം പറയാൻ പാടില്ല. സാർ സാർ പ്ലീസ് സാർ, പ്ലീസ് സാർ, ഒരു 5 മിനിറ്റ് സാർ, ഒന്ന് വെയിറ്റ് ചെയ്യ് സാർ, പ്ലീസ് സാർ, 5 മിനിറ്റ് സാർ, പ്ലീസ്. എന്താടോ അവസാനം സ്പീഡിൽ പോകണം. സാർ സാർ വന്നു സാർ, വേഗമാട്ടെ. അവരുടെ വീട്ടിലറിയാതെ അവരുടെ 2 കല്യാണം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. വാ വാ വാ, അതോടോ. ഫ്രണ്ട് വരുമെന്നല്ലേ പറഞ്ഞത്? ഏതാണ് ഈ പെണ്ണ്? ഏതാണെന്ന് ചോദിച്ചത്? പ്ലീസ് സാർ, സാർ സാർ വണ്ടി എടുക്കുക. അതല്ല സാർ, അവരുടെ പ്രേമമാണ് സാർ. സാർ പ്ലീസ് സാർ, സാർ കുറച്ചുണ്ടായിരുന്നു പിടിക്കാൻ സാർ, പ്ലീസ് പ്ലീസ് വണ്ടി എടുക്കുക സാർ, പ്ലീസ്. അവരെയും കൊണ്ട് വരുന്ന സമയത്ത് പെണ്ണിനെ തട്ടിക്കൊണ്ടു പോയെന്നും പറഞ്ഞ് പോലീസിൻ്റെ അടുത്ത് പരാതി കൊടുക്കുമെന്നും പറഞ്ഞ് ആ ഡ്രൈവർ ഞങ്ങളെ പേടിപ്പിച്ചു. ആരോടും പറയരുതെന്നും പറഞ്ഞ് അയാളുടെ കാല് പിടിച്ചതിന് ശേഷം ബൈക്കിൽ ഞങ്ങൾ അവരെ കൊണ്ട് പോന്നു.
എന്താ ഭായ്, പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ? പ്രശ്നമൊന്നുമില്ല ബ്രോ. ആ ടാക്സി ഡ്രൈവർ ഞങ്ങളെ സംശയിച്ച് വഴക്കുണ്ടാക്കി. ആ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഡ്രൈവറുടെ കാല് പിടിച്ച് രക്ഷപ്പെടാൻ ഒരുപാട് സമയമെടുത്തു. അല്ലെങ്കിൽ സംഗതിയാകെ വഷളായേനെ. അകത്തേക്ക് പൊക്കോ. ഏയ് വിഷമിക്കേണ്ട ആളിയാ. കല്യാണ ഏർപ്പാടെല്ലാം ചെയ്തിട്ടുണ്ട്. അമ്പലത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയി പുതിയ ഡ്രസ്സ് വാങ്ങിച്ചോണ്ട് വരാം. നീ ഇവിടെ നോക്കിയോ? ഓക്കെ. ആ ഞാൻ പോയിട്ട് വരാം. ധൈര്യമായിട്ടിരിക്കും കേട്ടോ. അളിയ ഞാൻ പോയി ഡ്രസ്സ് വാങ്ങിച്ചോണ്ട് വരാം. ആ പോയിട്ട് വാടാ. എനിക്ക് പേടിയാവുന്നു. എന്നെ നീ എൻ്റെ വീട്ടിൽ നീ കൊണ്ടാക്കാമോ? എന്തിനാണ് പേടിക്കുന്നത്? കൂട്ടുകാരല്ലേ, അവർ നോക്കിക്കോളും. അയ്യോ വേണ്ട, പ്ലീസ് എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്ക്. നമ്മുടെ ഇവിടെ അടിപൊളി ഒരു ചരക്ക് വന്നിട്ടുണ്ട്. തല്ല് മേടിക്കുന്നേ. എന്തോടാ ചെയ്ത്? രണ്ടുപേരെയും തുണ്ടുതുണ്ടാ വെട്ടി ആരും അറിയാതെ കവറിനുള്ളിലാക്കി കുപ്പയിലെറിഞ്ഞു. എങ്ങനെയോ പോലീസ് മണത്തറിഞ്ഞു. അന്ന് സായന്തന പത്രത്തിലാണ് വിവരമെല്ലാം അറിഞ്ഞത്. ആ ഡ്രൈവറെ കൊന്നുകഴിഞ്ഞാൽ പുറത്തൊന്നും വരില്ലെന്ന് വിചാരിച്ചു. കയ്യും കാലും ഒക്കെയല്ലേ കിട്ടിയുള്ളൂ, പിന്നെ എന്തിനാ ഡ്രൈവറിനെ കൊല്ലാൻ നോക്കി? ആ പെണ്ണിന്റെ തല എറിഞ്ഞ് കളഞ്ഞെടുത്ത് ഞങ്ങൾ പോയി നോക്കി, എന്നാ കണ്ടില്ല. അങ്ങനെ പോലീസിന് ആ തല കെട്ടിക്കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവെന്ന് ഓർത്ത് ഞങ്ങളത് പറയടാ. തീർച്ചയായിട്ടും ഡ്രൈവർ എന്നെ കാണിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ. നല്ല ബുദ്ധിയൊക്കെ തന്നെയാ. ആ ഡ്രൈവർ ഇപ്പോൾ എവിടെ ഉണ്ട്?